2 ദിവസമായി ഇതുവരെ ഒരു മെസ്സേജും ഇല്ല, കോളും ഇല്ല. തെറ്റെന്തേലല്ലേ, ഞാൻ തന്നെ പോയി സോറി പറഞ്ഞേക്കാം. എനിക്ക് എന്തിൻ്റെ കേടാണ് അന്ന്, ഞാൻ ആരുടെ കളിയുണ്ട്. ഞാൻ തന്നെ വിളിക്കണം. ഹലോ, അറിയോ എന്തിനാണാവോ വിളിച്ചത്? ഓ, ഇപ്പൊ വിളിച്ചതാണല്ലേ കുറ്റം. ഓക്കേടാ, 2 ദിവസം വേണ്ടി വന്ന് നിനക്കൊന്ന് വിളിക്കാൻ അല്ലേടാ? അത് പിന്നെ എന്താ പിന്നെ എത്ര വെയിറ്റ് ചെയ്ത് ഞാൻ അറിയാം നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ കോളിന് വേണ്ടി, നിന്റെ മെസ്സേജിന് വേണ്ടിയിട്ട്. എന്റെ വേദന ഒന്നും ആരും അറിയണ്ടല്ലോ. സോറിയടാ, ഒന്നാമത് അന്ന് ഞാൻ അല്ലെങ്കിൽ തലക്ക് ഭ്രാന്തിരിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടക്ക് ദൂരണ്ടായപ്പോ സോറി, ഇനി ആവർത്തിക്കില്ല. ക്ഷമിക്ക്, ചേച്ചിന് മുത്തല്ലേ. ഓ അങ്ങനെയാണല്ലേ, ആയിക്കോട്ടെ. ഇനി മേലായിട്ട് ആവർത്തിക്കരുത്. ഇന്ന് വൈകിട്ട് എൻ്റെ അടുത്ത് വരണം, പിന്നെ ബീച്ചിൽ കൊണ്ടുപോകണം. ഓക്കെ, മറക്കണ്ട. അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. നിന്നെ കാണാനായിട്ട് എനിക്ക് ആകെ ഇടങ്ങേറാ. ഞാൻ വരൂലേ എൻ്റെ മുത്തിനെ കാണാൻ? മതി മതി, നിന്റെ സോപ്പിനൊക്കെ മതി. നീതി വയപ്പ തരണ്ട. എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത്? നീ വാ, നിന്നെ ഞാൻ കടലിൽ മുക്കിക്കൊല്ലും. ഓഹോ, അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ജെയിംസേ, എന്താ? I think എന്താണ്ട് കുറെ നേരമല്ലോ എന്താ പറഞ്ഞത്? സോറി, അത് പിന്നെ മോനെ, കാര്യം എന്താ പറ. ക്ഷമയുടെ നെല്ലിപ്പലക നീ കളയുന്നുണ്ട്. സോറി, നീ ദേഷ്യപ്പെട്ടില്ലേ, ഞാൻ പറയാം. എടാ, എനിക്ക് ജോലിന് കൊണ്ടുവന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ടടാ. ഓ മൈ ഗോഡ്, ഇതിനായിരുന്നു ചെക്കൻ കിടന്ന് ഇങ്ങനെ ആളെ പ്രാന്താക്കി. അതന്നെ, എനിക്കെന്തെങ്കിലും വഴി പറഞ്ഞാട്ടടാ. പറഞ്ഞുതരാ. പോണേൻ്റെ ഉള്ളിലേ വഴി പറഞ്ഞുതരണ്ട്. ഇപ്പൊ പഠിക്ക്. താങ്ക് യു. ഈ ചായനത് എവിടെ കാണാനില്ലല്ലോ. ഓ, പ്രാക്ടീസ് ചെയ്യാണോ? ഇവൾക്കെന്താ അവിടെ കാര്യം? ഹായ് സ്റ്റീഫ. നീയായിരുന്നോ? ഹലോ നാൻസി. ഞാൻ തന്നെ. നീ ഫ്രീ ആണോ ഇപ്പൊ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഫ്രീ ആണോ ചോദിച്ചാ ഇപ്പൊ ഫ്രീ ആണ്. എന്തേ? അപ്പൊ ഫ്രീ ആണല്ലേ? എന്നാലും എനിക്ക് ഗിറ്റാറൊന്ന് പഠിപ്പിച്ചു തരൂ. ഗിറ്റാറ് പഠിപ്പിച്ചു തരാനോ? അത് പിന്നെ നീയല്ലേ പറഞ്ഞേ ഫ്രീ ആണെന്ന്. പഠിപ്പിച്ചാട്ട് സ്റ്റീഫ, പ്ലീസ്. എനിക്ക് അത്ര ആഗ്രഹങ്ങളുണ്ടല്ലേ, പ്ലീസ്. എന്താ അവളുടെ ആഗ്രഹം? അവൾക്കെന്താ എൻ്റെ ഇച്ഛയിൽ നിന്ന് പഠിച്ചെങ്കിലേ പഠിയുള്ളൂ? ഇവിടെ വേറെ എത്ര പേരുണ്ട്, അവരോട് പോയി ചോദിച്ചൂടെ? നാൻസി, ഞാൻ പഠിപ്പിച്ചു തരാം. വായോ. ഓ ഗോഡ്, താങ്ക് യു സ്റ്റീഫ, താങ്ക് യു. താങ്ക്സ് ഒന്നും വേണ്ട. എൻ്റെ കഴിവ് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക, അത് എനിക്ക് കൂടി ഒരു അഭിമാനമുള്ള കാര്യമാണല്ലോ. അതോട് മാത്രമാണ്. വായോ, പഠിപ്പിച്ചു തരാം. ഇതതിനേക്കാൾ നന്ന്. പഠിപ്പിച്ചെടുക്കാൻ മുട്ടി നിൽക്കുകയാണല്ലോ കാട്ടിക്കൂട്ടിലാകുമ്പോൾ. ഇങ്ങനെ വരട്ടെ, ഇങ്ങനെയൊക്കെ ഞാൻ അപ്പം കൊടുക്കുന്നുണ്ട്. ഹായ് മോളസേ. നീയോ? നിനക്കെന്താ വേണ്ടി? എന്ത് പറ്റി എൻ്റെ സുന്ദരിക്ക്? സുന്ദരി മോൾക്ക് എന്താ പറ്റി? മുഖം കലിപ്പാണല്ലോ. നിനക്ക് തോന്നിയതായിരിക്കും, ഞാൻ കലിപ്പിലൊന്നുമല്ല. പിന്നെ എനിക്ക് നിന്റെ കട, ഞാൻ എന്തിനാ കലിപ്പെടുന്നത്? ശരിയാണല്ലോ, നീ എന്തിനാ കലിപ്പെടുന്നേ? നിന്റെ ഇച്ചായൻ എന്തേ? എവിടെ പോയി നിന്റെ സ്റ്റീഫ് ഇച്ചായൻ? എനിക്കറിയില്ല. അങ്ങനെ എന്തെയ്യുന്ന അങ്ങനോട് പോയി ചോദിച്ചു നോക്ക്. നീ എന്താ റൂമിൻ്റെ അവിടെ? എവിടെ നിന്റെ സ്റ്റീഫ് ഇച്ചായൻ? ഗിറ്റാർ പഠിക്കാണല്ലേ? കൂടെ ഒരാളൂടെ ഉണ്ടല്ലോ. കൂടെ ആളുണ്ട്. അതിന് നാൻസി എന്താ അവിടെ? ഓള് ഗിറ്റാർ പഠിക്കാൻ പോയതാ. എന്തേ? ഗിറ്റാർ പഠിക്കാന്? ഗിറ്റാർ പഠിക്കാൻ എന്താ? അതിനൊന്നുമില്ല, നമുക്ക് ക്യാൻറ്റീൻ പോയി കോഫി വെച്ചിട്ട് വരാം. ഓക്കെ. എന്താ ടേസ്റ്റ്. അല്ല മോളെ, ഒരു കോഫിക്കല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇതിപ്പോ അവിടെ പറ്റി വരിപ്പിക്കും ജിന്നെ. ലവ് യു. പിന്നെ ഒന്നാമത് എനിക്ക് വിശന്നിട്ട് വയ്യ. നേരത്തെ ജിന്നെ കോഫിക്ക് വിളിച്ചേ. എനിക്ക് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു മൂഡ് ഉണ്ടാവില്ല. സോ അങ്ങനെയാണല്ലേ, ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി സൂക്ഷിച്ചാ മതി. എന്താ എന്താ അവളുടെ ചിരി? മയങ്ങി വീഴ. അല്ലെങ്കിൽ എന്റെ ചിരിക്കെന്താണ് കുഴപ്പം? നിന്റെ ചിരിക്കും ഒരു കുഴപ്പമില്ല. ഞാൻ വെറുതെ പറഞ്ഞ എന്റെ പൊന്നു മോളോ. അതാനക്ക് നല്ലത്. അങ്ങനെയാണോ മാഡം? ആയിക്കോട്ടെ. പിന്നെ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഡാൻസ് അക്കാഡമി തന്നെയല്ലേ?
അതിലെന്താ നിനക്ക് ഇത്ര സംശയം? ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ ഡ്രീം അതാണ്. പിന്നെന്താ? ആ എനിക്കറിയാം, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അവിടെ ബോയ്സിനും ഗേൾസിനും നീ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുമല്ലോ അല്ലേ? അതെന്താടാ വിക്ടറെ നീ അങ്ങനെ ഒരു വർത്താനം? സംഭവം എനിക്ക് നീ എന്നെ കുത്താൻ വേണ്ടി പറഞ്ഞാൽ മനസ്സിലായി ട്ടാ. മനസ്സിലായിക്കണേ, നീ വല്ലാണ്ട് വളഞ്ഞു തിരിഞ്ഞ് പോണ്ട. മനസ്സിലായില്ലേ? എനിക്കത് മതി, ഞാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. ഞാനും ഇതുപോലെ ബോയ്സിന് ഡാൻസ് പ്രാക്ടീസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റീഫനും ജലസ് തോന്നിയേക്കാം. അതല്ലേ ഞാനും ആടാ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെ പ്രേമിക്കുമ്പോൾ നമുക്ക് ജലസൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ എന്നെ ചൂഷണം ചെയ്യുന്നുടാ ദുഷ്ട. ഓഹോ, അപ്പൊ കറിഞ്ഞു വെച്ചിട്ടാണ് മോൾ നടക്കണേ എൻ്റെ ചെറുക്കനെ തല്ലുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേടി? കൊള്ളാം നീ. അതിന് നിനക്കെന്താടാ? ഞാൻ എൻ്റെ ഇച്ഛനോട് തല്ലൂടും മിണ്ടും ഒക്കെ ചെയ്യും. പിന്നെ ഏതാ നീ നിന്റെ പണി നോക്കടാ. നിനക്കൊരു അഫെയറില്ലാന്ന് കരുതി നിനക്കിതുപോലെ വല്ല പ്രേമത്തിൽ പെട്. അപ്പം നിനക്കതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. എന്ത് പറഞ്ഞാലും അപ്പൊ പോയി പ്രേമിക്കാൻ പറയും. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പ്രേമിച്ചാൽ മാത്രമേ ഫീലിങ്സ് ഉള്ളൂ. നന്നായിട്ട് നിന്റെ പപ്പയും മമ്മി നിന്നെ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് കെട്ടിക്കുന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്. അല്ലേ? അപ്പൊ നീ നിനക്ക് പ്രേമിക്കാൻ ടൈമില്ലടാ. സാരില്ലടാ, പോട്ടെ, നീ വിഷമിക്കൊന്നും വേണ്ടട്ടാ. നീ ഇത് കുറിച്ച് വെച്ചോ ഈ കളിയാക്കലിന്. ഈ കോളേജിൽ പഠിച്ച ഒരു കുട്ടീനെ തന്നെ ഞാൻ പ്രേമിച്ച് കെട്ടോടി. ഇതിൻ്റെ വാക്കല്ല. പിന്നെ നീ നടക്കണ വല്ല കാര്യം പറയാ ചെറുക്ക. നീ പ്രേമിച്ച് കിട്ട എന്നാ കാക്ക വളർന്ന് പറക്കും. എനിക്കതിന് ഇതുവരെ ആരോടെയും സ്പാർക്ക് തോന്നിക്കണ ഉണ്ടാ പറയടാ. എന്നിട്ടാണ് അവന് പ്രേമിച്ച് കെട്ടാൻ പോണത്, അതും ഈ കോളേജിൽ പഠിച്ച കുട്ടീനെ. നടന്നേ ഇവൾക്കറിയില്ലല്ലോ ഞങ്ങളുടെ സീക്രട്ട് ലവ്. അറിഞ്ഞ എന്നെ കൊല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. നീ എന്താടാ മാനത്ത് നോക്കി ഒറ്റയ്ക്ക് പിറുപിറുക്കണേ? ഞാനോട് കേക്കട്ടാ. ഒന്നുമില്ല, ഇന്ന് വൈകിട്ട് ഞാനും ജെയിംസും ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോകട്ടാം. അപ്പം ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് ആവും. ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടാ. നീ അവനായിട്ട് പോയിക്കോ. ഓക്കേടാ. ജൂലി ഒന്നിവിടെ നിന്നേ. എന്താടാ ജെയിംസേ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. എൻ്റെ സോൾമേറ്റിനെ നിന്നെയും കൂട്ടി പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന് പറ്റുന്നില്ല. നിങ്ങളുടെ സീക്രട്ടായ കാരണം പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, നീ വർക്കൗട്ടാക്കണം. എനിക്കുണ്ട്. എന്നോട് പറഞ്ഞായിരുന്നു നമുക്കൊന്ന് പുറത്തൊക്കെ പോകണം, എന്തായാലും ഒരു വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്ത് പ്ലാനാ? എന്താന്ന് വെച്ചാലേ നീ മരിയനോടും ജെന്നിനോടൊക്കെ പറയണം കോളേജ് കഴിഞ്ഞ് പോകുമ്പോൾ എന്താണ് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ ക്ലാസ്സിലെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങളൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം എത്തുള്ളൂ, ചിലപ്പോൾ ലേറ്റ് ആവും, നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ എത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ പറയണം കേട്ടോ. ഇത് നല്ല പ്ലാനായിട്ട് വർക്കൗട്ടാവും. ഈ കാരണം പറഞ്ഞവർ വിശ്വസിക്കും. അപ്പോൾ ഒക്കെ സെറ്റ്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കസിൻ്റെ അടുക്ക് പോവാന്നൊക്കെ. സോ ഞങ്ങൾ ആ വഴിക്കാണ്, ഞങ്ങൾ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ വണ്ടി കയറിക്കോ. അപ്പോൾ ഒക്കെ സെറ്റല്ലേ? അപ്പം ഞാൻ അത് വിക്ടറിനോട് പോയി പറയട്ടെ കേട്ടോ. ശരി എന്നാൽ ഞാൻ പോയി. ആടാ ഓക്കേടാ, അങ്ങനെ മതി. പിന്നെ നിൻ്റെ ഈ കുഞ്ഞ് തലക്കുള്ളിൽ ഇത്രയും ബുദ്ധി വെറുതല്ല. വിക്ടർ പറഞ്ഞ ശരിയാണ്, നീ ഒരു ജഗ്ഗ കില്ലാടി തന്നെയാണ്. അതാണ് മോളെ ജെയിംസിൻ്റെ പവർ. ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ വിമന്യമാണ് കേട്ടോ. ശരി എന്നാ, നീ ക്ലാസ്സിലോട്ട് പോയിക്കോ. ശരി എന്നാ. നീ ആ ഫോണും നോക്കി കുത്തിരിക്കാണ്ടിക്ക് പറഞ്ഞാട്ടോ റോയി. ഓഹോ, അപ്പം ഇത്ര നേരം ഞാൻ എന്താ എനിക്ക് പറഞ്ഞത്? നീ ഇത്ര നേരം പറഞ്ഞ വല്ലതും എൻ്റെ തലയിൽ കയറിയ? ആടാ, ഇതുവരെ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞു തരുമ്പോൾ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ, എനിക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. അത് കേട്ടാൽ മതി. ഇങ്ങോട്ട് എക്സാമിന് മാർക്ക് വരട്ടെ, അപ്പം ഇതിന് ബാക്കി ഞാൻ അപ്പം പറയണ്ട്. യു ഡോണ്ട് വെറി മാൻ, ഇപ്രാവശ്യം ഞാൻ നല്ല മാർക്ക് മേടിക്കും, ഷുവറാണ്. ഹലോ ഗൈസ്, പഠിത്തമൊക്കെ ഏതുവരെ പോണ്? നന്നായി പഠിക്കണൊക്കെ ഉണ്ടാ? ആടാ, ഓള് പഠിക്കണൊക്കെ ഉണ്ട്. പിന്നെ എടാ നീ ഇരുന്നടാ, നിനക്കും ഞാൻ പഠിപ്പിച്ചരാ. എന്തോ? എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞേ കേൾക്കട്ടെ. മോനെ റോയി, നീ കോളേജിൽ ടോപ്പറായിരിക്കും, പക്ഷേ ഈ കോളേജിൽ സെക്കൻഡ് റാങ്ക് അത് ഈ വിക്ടർ എന്ന എനിക്കാണ്. അതിന് മറക്കണ്ട കേട്ടാ. ടോപ്പർ വന്നിക്കണമെന്ന് പോടാ. സോറി മാം, ഞാൻ ആ ഫ്ലോ ലൈൻ ചോദിച്ചാണ്. ഓക്കെ സോറി, ബൈ ബൈ ബൈ. നമുക്ക് പൊക്കോ, എനിക്ക് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, കേട്ടിട്ടുള്ള. ബൈ. പോയി, പക്ഷെ ഞാൻ കേട്ടല്ലോ. സാരല്ല റോയി, എന്തിനാ വെറുതെ പാട്ടി കൊടുത്ത് അടി വാങ്ങാൻ പോയത്? കാണുന്ന പോലല്ല, ടോപ്പറൊക്കെ തന്നെയാണ്.
താവല്ല ടോപ്പറാന്ന് കരുതി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കുക. കൊള്ളാലോ താ. നന്നായുള്ളു. അതിന് നീ അതൊന്നും കാര്യമാക്കണ്ട. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. കൂത്തിരുന്ന് പഠിക്കണി. ഓള് മറ്റുള്ള കാര്യത്തിൽ നോക്കി നോക്കാൻ എന്താ ഇൻട്രസ്റ്റ്? ഓക്കെ സാർ. അല്ലടാ റോയ്, നിങ്ങൾ എപ്പോൾ മുതലാണ് ഇങ്ങനെ കട്ട കമ്പനി ഫ്രണ്ട്സ് ആയത്? നിങ്ങൾക്ക് വല്ല സ്റ്റോറി ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി പറയാനൊന്നുമില്ല. അവർ ലണ്ടനിലാണ് അവർ പഠിച്ചതൊക്കെ. അപ്പോൾ അവർ ഹയർ സെക്കൻഡറി നാട്ടിൽ വന്ന് പഠിച്ച്, അവർ ഫാമിലിയിലുള്ളവരൊക്കെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കേരളത്തിൽ വന്നത്. പക്ഷേ റീസൺ എന്താണെന്നറിയോ അവർ കേരളത്തിൽ വരാൻ വന്ന റീസൺ? ABCD മൂവി കണ്ടതിന് ശേഷം ഇൻസ്പയർ ആയിട്ട് അവർ നാട്ടിൽ വന്നതാണ്. കോഡ്സ് ഓഫ് കൺട്രി, ഓ മൈ ഗാഡ്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു പൂരം ഇംഗ്ലീഷൊക്കെ ആയിരുന്നു വന്ന ടൈമിൽ. അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ ആയി. എന്താ ഇപ്പോൾ കോളേജ് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ കോളേജ് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കാണുള്ളൂ. മിസ് ചെയ്യും എല്ലാത്തിനും. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ABCD മൂവി കാരണം ലൈഫ് മാറ്റി മറിച്ചല്ലേ? അങ്ങനൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇനി പിന്നെ ചർച്ച ചെയ്യാം. നീ ഇപ്പോൾ പഠിക്കാൻ നോക്ക്. കുറച്ചുകൂടി ഉണ്ട്. വേഗം വന്നിട്ട് വെയിറ്റ് പോണ്ടേ? എന്നാ മരിയ, ഞങ്ങളാണ്ട് പോവാട്ടോ. ഓക്കേടാ, പോയേച്ചും വാ. ഞാനും നിൽക്കണില്ല, ഞാൻ നിലവി, ഞാനും പോട്ടെട്ടാ. അല്ല ജോലി, നീ എങ്ങോട്ടാ പോകുന്നേ? എനിക്കെൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടോ, അതിനാ. എന്നാ നീ ഞങ്ങളെ കൂടെ പോരെ? ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം അവിടെ. ഒന്ന് പോയാടാ. നിന്റെ കൂടെ ഒന്നും ഞാൻ വരത്തില്ല, എനിക്ക് പേടിയാ. അവൻ മാത്രല്ല ഞാനുണ്ട്, നീ പേടിക്കണ്ട. അവനൊന്നും ചെയ്യൂല, ഞാനുള്ള ധൈര്യത്തിന്. ജെയിംസിനെ വിശ്വസിച്ചില്ലേലും വേണ്ട, വിക്ടറിനെ വിശ്വസിച്ചു, അവനൊന്നും ചെയ്യൂല. അതന്നെ മറിയ പറഞ്ഞ പോലെ വിക്ടറൊന്നും ചെയ്യൂല, ജെയിംസിനെ പേടിച്ചാൽ മതി. ഗേൾസ്, ഒരു മയത്തിലൊക്കെ പറയടോ. എന്തത്? നിങ്ങളൊക്കെ പറയുന്നോണ്ട് പോവാം. എന്ത് രസമുള്ള സ്ഥലങ്ങളാ. അതെ അതെ, അടിപൊളി സ്ഥലങ്ങൾ തന്നെയാണ്. കണ്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കുറച്ചൊരു ഉറങ്ങട്ടെ. കുറെ ടൈം ആവൂലേ? നീ ഉറങ്ങിക്കോ, അവിടെ എത്തി ഞാൻ വിളിക്കാം. ആടി, നീ ഉറങ്ങിക്കോ, ടൈം എടുക്കും. ജൂലി, ജെയിംസ് സ്ഥലത്തി ഇറങ്ങാൻ നോക്ക്. എത്തിയോ? എത്തിയല്ലേ. സോഫിയ കോളേജിന്റെ അവിടെ നിൽക്കണം. എത്ര നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? എന്താണ് മോളൂസേ, വായ പോവാ. പോവാ. ഡി, ഞാൻ പറയാറില്ല എന്റെ സോൾമേറ്റ് ഏതാടി? വിക്ടർ. ഹായ് സോഫി, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ. പരിചയപ്പെടായിട്ട് എന്റെ ചേട്ടാനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഏത് നേരം വിളിച്ചാലും ചേട്ടായുടെ കാര്യം പറയില്ല പണി. പിന്നെ ചേട്ടായി നല്ല ഹാൻസം ആണ്. ഡി സോഫി, ഓന്റെ പെണ്ണാണ് അപ്പുറത്തുള്ളത്, നോക്കിട്ട് പറ. നീ പറഞ്ഞു മോളെ, സത്യല്ലേ? അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരുത്തൻ ഏത് നേരം ചേട്ടായിനെ കുറിച്ച് പറയില്ല. എന്റെ കൂടെ പുറത്തിറങ്ങി ഒരു പെണ്ണിനെ നോക്കൂല. എന്തൊരു കഷ്ടാണ്. അയ്യോ, കേട്ട് മടുത്തുന്നു. ഇത് നിർത്തടി, ഇതിനെ നാറ്റിക്കോ. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നത്, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല.